ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യുഡിഎഫിനെ പിന്തുണയ്ക്കുമെന്ന് SDPI. ദേശീയ തലത്തിൽ മതനിരപേക്ഷ ചേരിയെ പിന്തുണയ്ക്കും. SDPI സ്ഥാനാർത്ഥികളെ നിർത്തില്ലെന്നും സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് മൗലവി പറഞ്ഞു. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നമുക്കറിയാം മതനിരപേക്ഷ പക്ഷത്ത് രണ്ട് മുന്നണികളാണുള്ളത്. രണ്ട് മുന്നണികളും ഞങ്ങളിപ്പോൾ ദേശീയ തലത്തിൻ്റെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ പശ്ചിമ ബംഗാളിൽ കോൺഗ്രസും CPM ഒരുമിച്ച് മത്സരിക്കുകയാണ്. രാജസ്ഥാനിൽ കോൺഗ്രസും CPM ഒരുമിച്ച് മത്സരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ വ്യാപകമായി അത്തരമൊരു മത്സരം ഒരുമിച്ച് നടക്കുന്നുവെന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ BJP വിരുദ്ധമായൊരു ചേരി ശക്തിപ്പെടണമെന്ന രാഷ്ട്രീയ നിലപാടിൻ്റെ പേരിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരമൊരു പൊതുബോധം വളർന്നു വരുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിൽ ദേശീയ തലത്തിൽ BJP വിരുദ്ധ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് നയിക്കുന്ന കേരളത്തിൻ്റെ UDF സംവിധാനത്തെ ഈ തെരഞ്ഞെടുപ്പിൽ സപ്പോർട്ട് ചെയ്യാനാണ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം തീരുമാനിച്ചിട്ടുള്ളത്. SDPIയുടെ പിന്തുണ സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി പറയാതെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു ധാരണയും ഉണ്ടാക്കിയിട്ടില്ലെന്ന് VD സതീശൻ പ്രതികരിച്ചു. CPMന് തന്നെ ഈ കരുവന്നൂർ ബാങ്കിൽ മെമ്പർഷിപ്പ് പോലും ഇല്ലാതെ 5 അക്കൗണ്ട് ഉണ്ടെന്ന് കണ്ടെത്തി. തൃശ്ശൂർ ജില്ലയിലെ വിവിധ ബാങ്കുകളിൽ ഡിക്ലെയർ ചെയ്യാത്ത കോപ്പറേറ്റീവ് ബാങ്കുകളിൽ 25 അക്കൗണ്ടുകൾ CPMനുണ്ട്. എന്നിട്ട് അതൊന്നും ഒരു അന്വേഷണം ഇല്ലല്ലോ. മാസപ്പടിയിൽ അന്വേഷണം ഉണ്ടോ? ഒരു നോട്ടീസ് കൊടുത്തോ? ഒന്നുമില്ല. കേരളത്തിലൊന്നുമില്ല. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് വല്ല സെൻറ്റർ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ സൗഹൃദത്തിലല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വല്ല പെർഫോമൻസും പ്രത്യേകമായി നടത്തിയാൽ മാത്രമേ ഉള്ളൂ. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിനീത VG ആണ് ചേരുന്നത്. വിനീത, SDPIയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു പരാമർശം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പിന്തുണ, അതേസമയം അങ്ങനെയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. എന്താണ് വിശദാംശങ്ങൾ? ക്രിസ്ത്യന, ഈ ദേശീയ തലത്തിൽ മതനിരപേക്ഷ ചേരിയെ പിന്തുണയ്ക്കും എന്നാണ് SDPI അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFനൊപ്പം നിന്ന്, അതായത് UDFനെ പിന്തുണയ്ക്കാനാണ് തീരുമാനമെന്നും സംസ്ഥാന ഘടകം അറിയിച്ചിട്ടുണ്ട്. SDPI സംസ്ഥാന ഘടകം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം, ഈ മതനിരപേക്ഷതയെ അതിൽ ഊന്നൽ നൽകിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അത്തരം നിലപാടുകളെ മുൻനിർത്തിക്കൊണ്ടാണ് കേരളത്തിൽ UDFനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും പറയുന്നു. പക്ഷേ ഈ പ്രചരണ രംഗത്ത് ഇറങ്ങുമോ എന്ന ചോദ്യത്തിന് അക്കാര്യങ്ങളിലൊന്നും തീരുമാനമായി ില്ലെന്നും അങ്ങനെ പ്രചരണത്തിനായി ഇറങ്ങേണ്ട സാഹചര്യം നിലവിലില്ല എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികളെ നിർത്തില്ല എന്നുകൂടി അവർ പറയുകയാണ്. ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലും ഏതാണ്ട് 27,000 വോട്ട് വരെ SDPIക്ക് ആയി ഉണ്ട്. ഈ വോട്ട് ഇത്തവണ UDFലേക്ക് നൽകും. അതായത് അങ്ങനെ ഒരു പിന്തുണയോടുകൂടി കൂടുതൽ വോട്ട് അതിലേക്ക് പോകുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവർ വ്യക്തമാക്കുന്നത്. പക്ഷേ അതേസമയം ഈ SDPI പിന്തുണയെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്നായിരുന്നു MM ഹസന്റെ പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ വോട്ടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എല്ലാവരുടെയും വോട്ട് അത് തുല്യമാണെന്നും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. അത്തരം ഒരു നിലപാട് തന്നെയാണ്. ഈ പിന്തുണയെക്കുറിച്ച് അങ്ങനെ ഒരു ധാരണ ഇല്ല എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവും പ്രതികരിച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന, ശരി. കൊച്ചിയിൽ നിന്ന് വിനീത VG ആണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.